നമ്മൾ ഒരുപാട് കേട്ടൊരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് വേണമെന്നും വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്നൊക്കെ. പക്ഷേ എപ്പോഴെങ്കിലും ഒരു വർക്ക് ലൈഫ് പിന്നെ സ്പിരിച്വാലിറ്റി ഈ മൂന്ന് കാര്യത്തിൽ ബാലൻസ് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാനൊരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റാണ്. പക്ഷേ ഈ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് എനിക്ക് ഇൻട്രസ്റ്റ് വന്ന കാരണം ഞാൻ ഇങ്ങനെ വായിച്ച് എനിക്ക് മനസ്സിലായി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് ഷെയർ ചെയ്യും. അപ്പം നമ്മുടെ ഹിന്ദു മതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് പ്രാർത്ഥിക്കണം എന്നാരും നമ്മളോട് പറയില്ല. അത് എനിക്ക് മനസ്സിലാവാനുള്ള റീസൺ, ഇപ്പം എനിക്ക് ഒരുപാട് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് സൺഡേ ക്ലാസ്സസ് ഉണ്ട്, പിന്നെ ബൈബിൾ സ്റ്റഡി ഉണ്ട്, അവർക്ക് ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചു ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ചെറുപ്പത്തിൽ അങ്ങനെ ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെയാണ് വലുതായി കഴിഞ്ഞിട്ടാണ് ഈ ഗീത ക്ലാസ്സൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ഒരു മാൻഡേറ്ററി ആയിട്ട് ഇത് പഠിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ, നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ, ഹിന്ദു മതത്തിൽ നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും അത് ഒരു സ്പിരിച്വൽ ഓഫറിങ്, അത് നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുവാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ചില ആൾക്കാർ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പറയാറുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഒക്കെ ഇതൊക്കെ വായിക്കുന്നത്, എന്തിനാ നീ ഇപ്പം ഈ ബുക്ക് വായിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ ലൈനിലേക്ക് നിനക്ക് പോകാൻ എന്താ ഇത്രയും താല്പര്യം, നീ ഇപ്പം ഭയങ്കര യങ് അല്ലേ, അതൊക്കെ വയസ്സായ ആൾക്കാരാണ് ചെയ്യണേന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഏജ് റിസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് സ്പിരിച്വലി അവെയർ ആവണം എന്നുള്ളൊരു കാര്യം. നമുക്ക് ഇന്ന വയസ്സ് കഴിഞ്ഞിട്ടാണ് ചെയ്യണമെന്ന് ആരും എവിടെയും എഴുതി വച്ചിട്ടില്ല. ഹിന്ദു മതത്തിൽ ഉള്ള 4 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പില്ലേഴ്സ് ഉണ്ട്. ആദ്യത്തെ ധർമ്മം, രണ്ടാമത്തെ അർത്ഥം, മൂന്നാമത്തെ കാമം, നാലാമത്തെ മോക്ഷം. ഇത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന, ഒരാളെ ചീറ്റ് ചെയ്യുന്ന രീതിയോ ഇല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന പോലെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് ആലോചിച്ച് ഒരാൾക്ക് നന്മ വേണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ധർമ്മം. രണ്ടാമത്തെ കാര്യമാണ് അർത്ഥം. അർത്ഥം നമ്മൾ ഏൺ ചെയ്യുന്ന നമ്മുടെ വെൽത്ത്, അതും പ്ലസ് നമ്മൾ അത് വച്ച് വാങ്ങിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതാണ് നമുക്ക് അർത്ഥം. മൂന്നാമത്തെയാണ് കാമം, നമ്മുടെ ലവ്, റിലേഷൻഷിപ്പ്, നമ്മുടെ ഡിസയേഴ്സ്, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെയാണ് കാമം. നാലാമത്തെയാണ് മോക്ഷം. അപ്പം നമ്മൾ എല്ലാം കിട്ടി എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോഴാണ് നമ്മൾ മോക്ഷത്തിലേക്ക് പോകുന്നത്. അതാണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പം ഈ പ്രോസസ്സിൽ ഇത് ഒരാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഇങ്ങനെ 4 പില്ലറായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ലൈഫിലെ ഇപ്പം നമ്മൾ ജനിച്ച് കഴിഞ്ഞിട്ട് മരിക്കുന്ന വരെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സ്റ്റേജസ് ഓഫ് ലൈഫ് ഉണ്ട്. അതിൽ പോലും എവിടെയും സ്പിരിച്വാലിറ്റി, അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അമ്പലത്തിൽ പോക്കും നമ്മുടെ ഭഗവാനായിട്ടുള്ള റിലേഷൻഷിപ്പും അതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സന്യാസി ആവുന്ന വരെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഒരാളുടെ ലൈഫിൽ ആദ്യത്തെ സ്റ്റേജ് ആയിരിക്കും ബ്രഹ്മചര്യ, നമ്മൾ പഠിക്കുന്ന സമയം. അപ്പം ഒരുപാട് ലേണിംഗ്, ഒരുപാട് ഡിസിപ്ലിനൊക്കെ ഉള്ളൊരു സമയമാണ്. രണ്ടാമത്തെയാണ് ഗൃഹസ്ഥ. അപ്പം നമ്മളൊരു ഫാമിലിയായി, പാർട്ട്ണറുണ്ട്, പിള്ളേരുണ്ട്, നമ്മൾ പേരൻസ് ആവും, നമ്മുടെ പേരൻസ്, അപ്പം അതൊരു ഹൗസ് ഹോൾഡ് ലൈഫാണ്.
മൂന്നാമത്തെയാണ് വാനപ്രസ്ഥ. അതിൻ്റെ അർത്ഥം ഒരു റിട്ടയർമെൻറ്റ്, സെമി ഡിറ്റാച്ച്മെൻറ്റ് ഫേസ്. നമ്മൾ നമ്മൾ പിള്ളേരൊക്കെ വലുതായി, കല്യാണം കഴിഞ്ഞു, നമ്മൾക്കിനി റിട്ടയർമെൻറ്റ്, നമ്മളെ പറ്റി ആലോചിക്കാം എന്നുള്ളൊരു സമയം വരും. നാലാമത്തെയാണ് സന്യാസി. അപ്പം നമ്മൾ റിട്ടയർമെൻറ്റും കഴിഞ്ഞു, നമ്മൾ ഓൾഡ് ഏജ് ആയി, നമ്മൾ മോക്ഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പം ഇവിടെ എവിടെയും ഒരു പേർട്ടിക്കുലർ ഏജ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു പേർട്ടിക്കുലർ ലൈഫിലെ സ്റ്റേജ് വരുമ്പോഴേ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഒരു ബുക്ക് വായിക്കാൻ പാടുള്ളൂ, രാമായണം മഹാഭാരതമൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പാടുള്ളൂ എന്നൊന്നും എവിടെ എഴുതിയിട്ടില്ല. ശ്രീകൃഷ്ണൻ പോലും ഒരു സമയത്ത് രാജാവായിരുന്നു, യോദ്ധാവായിരുന്നു, ഒരു ഫ്രണ്ടായിരുന്നു, ഒരു സ്പിരിച്വൽ ഒരു ഗൈഡായിരുന്നു, ഒരു ഗുരുവായിരുന്നു. ഇതെല്ലാം ശ്രീകൃഷ്ണൻ നമ്മളെപ്പോലെ തന്നെ ജീവിച്ചുകൊണ്ട് ഫുള്ളൊരു വേൾഡിൽ ജീവിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് ഒരു കാട്ടിൽ പോയിരുന്ന് സന്യാസി ആയിട്ടൊന്നും അല്ല അങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഒരു വേർഷിപ്പ്, അതായത് ഒരു ഭഗവാന് വേണ്ടി ചെയ്യുവാണ്, ഒരു സേവ ചെയ്യുവാണെന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ടാവും വർക്ക് ഈസ് വേർഷിപ്പ് എന്ന്. അതിൻ്റെ അർത്ഥം നമ്മൾ മരിച്ചെടുന്ന് പണിയെടുക്കുക എന്നല്ല, നമ്മൾ ചെയ്യുന്ന പണി ആത്മാർത്ഥത്തോടെയും ഓണസ്റ്റി ആയിട്ടും നമ്മൾ ചെയ്യാം. അപ്പോൾ അതൊരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു സേവ ആയി മാറും. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കർമ്മണ്യേ ബാധികരാസത്തെ മ ഫലേഷു കഥാചന. അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മൾ എന്ത് ചെയ്യാനുള്ള അധികാരവും നമുക്കുണ്ട്, എത്ര ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട്, അതായത് അതിൻ്റെ ഫ്രൂട്ട്സ് ഓഫ് ലേബർ, അതിന് നമുക്ക് കൺട്രോളില്ല. അത് നല്ലതും ആവാം ചീത്തയാവാം, പക്ഷേ നല്ലത് ചെയ്യാനുള്ള ഫുൾ അധികാരം നമുക്കുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി നല്ല രീതിയിൽ അത് ഓണസ്റ്റായിട്ട് ചെയ്യുമ്പം അതൊരു എന്താ പറയുക, അതൊരു ഭഗവാനുള്ളൊരു പ്രസാദമായി മാറും അല്ലേ. ഇപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുവാണെങ്കിലും അയ്യോ ഫുഡ് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ചില ആൾക്കാർ അവരുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പം ഏറ്റവും ആദ്യം ഭഗവാന് കൊടുക്കും, അതൊരു പ്രസാദമായിട്ട് കൊടുക്കും. അപ്പം അത് നമുക്ക് തന്ന എല്ലാ കാര്യത്തിനും വേണ്ടി ഒരു താങ്ക്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും നമ്മൾ അവെയറായി, നമ്മൾ സെൽഫ് അവെയറായി അത് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യമായിരുന്നു, ചില ആൾക്കാർ പറയും അമ്പലത്തിൽ പോകാനൊന്നും സമയമില്ല, അയ്യോ ഇനിയിപ്പം 1-2 മണിക്കൂർ അമ്പലത്തിൽ പോകണം, വീട്ടിലൊരുപാട് പണിയുണ്ട്, ഇല്ലെങ്കിൽ അതിനിപ്പോൾ പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ്, ഇല്ലെങ്കിൽ ആ ഒരു റീസൺ നമ്മുടെ ഫാമിലി ഒരു റീസണാക്കി മാറ്റും. ശരിക്കും അതിൻ്റെ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിലോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിലോ ഒരു സ്ഥലം വരെ പോകണമെന്നൊന്നുമില്ല. നമ്മൾ അമ്പലത്തിൽ പോയിട്ടേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ വൈകുന്നേരം വിളക്കൊളുത്തുക, ഒരു 2 മിനിറ്റ് നാമം ചൊല്ലിയില്ലെങ്കിലും 2 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരിക്കുക, അത് ഇറ്റ്സെൽഫ് ഇസ് ഒരു മെഡിറ്റേഷൻ. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാതൃദേവോഭവ, പിതൃദേവോഭവ, അതിഥി ദേവോഭവ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയും നമ്മുടെ ഗസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഭഗവാന് വേണ്ടി ചെയ്യുന്ന പോലെയാണ്. അപ്പം അത് നമ്മൾ ചെയ്യുമ്പം ഫുൾ ഓണസ്റ്റ് ആയിട്ട് ചെയ്യാം. ഞാനൊരിടത്ത് വായിച്ചതായിരുന്നു, നമ്മുടെ ലൈഫ് ഒരു ത്രിശൂലം പോലെ, ഒരു ദേവിയുടെ ത്രിശൂലം പോലെയാണ്. ത്രിശൂലത്തിൽ 3 ബ്ലേഡ് അല്ലേ ഉള്ളത്. അതിൽ ഒരെണ്ണം നമ്മുടെ വർക്ക്, രണ്ടാമത്തെ നമ്മുടെ ഫാമിലി, മൂന്നാമത്തെ നമ്മുടെ സ്പിരിച്വാലിറ്റി. ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലേഡ് പൊട്ടിപ്പോവുക ഇല്ലെങ്കിൽ വീക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സിസ്റ്റം, നമ്മുടെ ഫുൾ ലൈഫ് വീക്കായിപ്പോൾ, ആ ത്രിശൂലം വീക്കായിപ്പോൾ. അപ്പം ശരിക്ക് ഒരു ബാലൻസ് ഞാൻ ഒരുപാട് ലേറ്റായിട്ട് മനസ്സിലാക്കിയത്. ഇപ്പം നമ്മളൊരു ലൈഫിൽ ഒരുപാട് റോൾ പ്ലേ ചെയ്യുന്നുണ്ടാവും.
നമ്മളൊരു ഒരു മോളായിരിക്കാം, ഒരു ഡോട്ടറായിരിക്കാം, ഒരു വൈഫായിരിക്കാം, ഒരു അമ്മയായിരിക്കാം, ഒരു ഫ്രണ്ടായിരിക്കാം, ഒരു കൊലീഗായിരിക്കാം. അപ്പം ശരിക്കും നമുക്ക് അതൊക്കെ നമ്മളെ കാണുന്ന ആൾക്കാർക്ക് മാത്രമേ റോള് വ്യത്യാസമായിട്ട് കാണുന്നുള്ളൂ. പക്ഷെ നമ്മൾ ശരിക്കും സെയിം ഒരാളാണ് അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നമ്മളിങ്ങനെ ജഗിൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ഇതൊരു ബാലൻസ് വരും എപ്പോഴെങ്കിലും. എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വേണമെന്ന് നമുക്ക് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുമ്പം ചില സമയത്ത് എനിക്ക് തന്നെ ഫീൽ ആവാറുണ്ട്, ഒരുപാട് ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തോന്നുന്നു, വീട്ടിലും കൂടി സെയിം അത്രയും തന്നെ സെയിം ഫോക്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ അത് നല്ലതായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ ബാലൻസ് എന്ന് പറയുമ്പം നമ്മൾ ഈക്വൽ എമൗണ്ട് ഓഫ് ടൈം അല്ല, അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് എനർജി അല്ല. അത് സാധിക്കില്ല. അത് എത്ര നമ്മൾ നോക്കിയാലും നമുക്ക് സാധിക്കില്ല. 24 മണിക്കൂറുള്ളൂ എല്ലാവരുടെ അടുത്തും. നമ്മളിപ്പം 10 മണിക്കൂർ ജോലി ചെയ്യുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മണിക്കൂർ നമ്മൾ വീടും നോക്കണം, നമ്മളെ നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കി ഒരു ബാലൻസ് എത്തില്ല. അപ്പം ബാലൻസ് എന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ഭയങ്കര മൈൻഡ്ഫുൾ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു പേർപ്പസ് ഉണ്ടാവണം. ചെയ്യുന്ന കാര്യം ഒരു ലവ്, ഒരു അഫെക്ഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ എത്ര ചെറിയ കാര്യം ചെയ്താലും അത് ഈക്വലി ഫ്രൂട്ട്ഫുൾ, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പം നമ്മളിപ്പം 10 മണിക്കൂർ വീട്ടിൽ സ്പെൻഡ് ചെയ്തില്ലെങ്കിലും സ്പെൻഡ് ചെയ്ത് 2 മണിക്കൂർ നമുക്ക് നന്നായിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ, അതിൽ പ്രസൻ്റായി നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ശരിക്കും ബാലൻസ്. അപ്പം എനിക്കിത് ഒരുപാട് വൈകിയ മനസ്സിലായ. ശരിക്കും എൻ്റെ ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു, ഒരു ബാലൻസ് വേണമെന്ന്. വർക്ക്, ലൈഫ്, സോഷ്യൽ ലൈഫ്, എല്ലാത്തിലും ഒരു ബാലൻസ് വേണമെന്ന്. പക്ഷേ ശരിക്കും അങ്ങനത്തെ ഒരു ബാലൻസ് ഒരു തിയോറിറ്റിക്കൽ സംഭവം മാത്രമാണ്. പ്രാക്ടിക്കലി ആ ഒരു ബാലൻസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യണം ആ ബാലൻസ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.